ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് ഇന്ന് കുറേ 2-3 ദിവസം മുന്നെയാന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത്. അപ്പം ആതിരയുടെയും നൂറയുടെയും കാര്യമാണ്. സോ അത് നേരത്തെ പറയാനായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, കാരണം അവര് അങ്ങനെ ലൈഫ് അങ്ങനെ തിരഞ്ഞെടുത്തു. സോ അവർക്കത് പ്രശ്നമില്ല. പിന്നെ ബിഗ് ബോസിൽ വന്നിട്ടും അവരുടെ കൂടെ എല്ലാവരും അവരെ മിങ്കിൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ മസ്താനിക്കും ലക്ഷ്മിക്കുമാണ് കൂടുതൽ പ്രശ്നം വന്നത്. അപ്പൊ ഇന്നലെയാണ് അതിന്റെ സംഭവം യഥാർത്ഥത്തിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ ലാലേട്ടൻ പറയുണ്ടായി, ലാലേട്ടന് പോലും പ്രശ്നം ഉണ്ടായിരുന്നില്ല അവരുടെ കാര്യത്തിൽ. സോ അവരുടെ ഇതങ്ങനെയാണ് ഫാമിലിയിൽ എല്ലാം ഉണ്ടെങ്കിലും അവർക്ക് ഇപ്പം അവർ ചിന്തിക്കുന്ന അവർ ആം, പറഞ്ഞ കാര്യം വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് ഇപ്പൊ അവർ പറയുന്നത് സത്യമാണ്. കാരണം വെച്ചാൽ ഇപ്പൊ അവര് ആക്ച്വലി അവര് എന്താ പറയാ ഗേൾസ് ആണ്, വുമൻസ് ആണ്. പക്ഷെ അവര് മെച്യൂറി അവരുടെ താല്പര്യം വന്നിട്ട് ഒരു പെണ്ണിനോടാണ് താല്പര്യം. അപ്പൊ സ്ത്രീയോടാണ് താല്പര്യം വരുന്നത്. സോ അപ്പൊ അത് നമുക്ക് ഒരിക്കലും തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. ഈ സമൂഹത്തിൽ പലതും നടക്കുന്നുണ്ട്. ഇപ്പൊ പുരുഷന്മാർക്ക് പുരുഷന്മാരോട് തോന്നാം, അല്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിൽ പരസ്പരം അങ്ങോട്ട് തോന്നണമെന്നൊന്നും ഇല്ല. അപ്പൊ എല്ലാം ഇങ്ങനെയാവാം. സോ അത് വലിയ പ്രശ്നമല്ല. ഇപ്പൊ ഇവര് പറയുന്ന പോലെ ഒരാളെ കല്യാണം കഴിച്ചിട്ട് അവർ ചീറ്റ് ചെയ്യുക, വീട്ടുകാരെ ചീറ്റ് ചെയ്യുക, അതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് ഇവര് തിരഞ്ഞെടുത്ത ഈ ലൈഫ്. കാരണം ഇവര് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാനോ പോകുന്നില്ല. ഇവര് ജോലി ചെയ്ത് ഇവരെ കഷ്ടപ്പെട്ട് ഇവര് ജീവിക്കുന്നു. അതിപ്പോ ആർക്കെന്ത് പ്രശ്നം വരാനായിട്ടാ? ലക്ഷ്മിയുടെ മകൻ ഈ ഷോ ഇരുന്ന് കാണുന്നുണ്ട്. സോ അപ്പൊ അത് വലിയ പ്രശ്നമാണ്. കാരണം ലക്ഷ്മിക്ക് അത് പ്രശ്നമാവേണ്ട ആവശ്യമില്ലല്ലോ. കാരണം മകൻ ഇപ്പൊ അതിനകത്ത് എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ വേർഡ്സിൽ സംസാരിക്കുക, റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുക, അതെല്ലാം കുട്ടി കാണുന്നില്ലേ? ആ കുട്ടിക്ക് അതൊന്നും പ്രശ്നമാവത്തില്ലേ? ഇത് മാത്രമാണ് പ്രശ്നമാവുന്നത്. മകൻ ചിന്തിക്കുന്ന വേറെയാണ്, രീതി ഡിഫറെന്റ് ആണ്. സോ നമ്മുടെ ചിന്താഗതിയെ നമ്മൾ മാറ്റിയെടുക്കണം. എന്നുവെച്ചാൽ സമൂഹമാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഡ്രസ്സ് ചെയ്യുന്നതും എല്ലാത്തിനും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അവരെങ്ങനെ നടക്കണം സമൂഹത്തിൽ നിന്ന് അവരവരുടെ താല്പര്യമാണ്. അതിൽ മറ്റുള്ളവർ കയറി ഇടപെടുക അതത്ര നല്ല രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ ഇതൊരു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോ നമുക്ക് പലതരം ആൾക്കാരെ നമ്മളിങ്ങനെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവരവരുടെ താല്പര്യമാണ്. ഇപ്പൊ ഓരോരുത്തര് ഇപ്പൊ നെവിന്റെ ഇപ്പൊ ഓരോരുത്തര് ഓരോ ഇപ്പൊ നെവിന്റെ കാര്യം എടുത്താൽ നെവിനാണെങ്കിൽ അവൻ ജെൻഡർ വലുപ്പത്താൽ അവന് താല്പര്യമില്ല. കാരണം എന്താ? ആരും അങ്ങനെ അവനോട് ചോദിക്കരുത്. അപ്പൊ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ട്. ഇത്രയും നാളും അവരെ നിന്നിട്ടും ആരും തന്നെ ഇവരോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ചോദിക്കാനോ ഒന്നുമില്ല. ഞാൻ കണ്ടിട്ട് വെച്ചിട്ട് എപ്പോഴും എല്ലാവരും മിങ്കിൾ ആയിട്ട് തന്നെ നിൽക്കുന്നവരാ ആയിട്ട് ആണ് എനിക്ക് തോന്നിയത്. പക്ഷെ ലക്ഷ്മിയുടെ ആ ആറ്റിറ്റ്യൂഡ് അത്ര ശരിയല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാ നമ്മുടെ ഇപ്പൊ ആർക്ക് അങ്ങനെ സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഓരോരുത്തർക്ക് അങ്ങനെയായിട്ടുള്ള രീതിയിൽ കല്യാണം കഴിക്കണം തോന്നുമ്പോൾ അവരങ്ങനെ ചെയ്യും. ഒത്തിരി സ്റ്റോറീസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ. സോ അത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ അംഗീകരിക്കത്തില്ല, അങ്ങനെ വലിയ പ്രശ്നമാകും എന്ന് വെച്ചിട്ട് മറ്റുള്ളവരും അങ്ങനെ തന്നെ ആവണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് തെറ്റാണ്. നമ്മുടെ സമൂഹത്ത് എന്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്. സോ അപ്പൊ ഇതും വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം എന്താന്ന് വെച്ചാല് അവർക്ക് അതിനോടാണ് താല്പര്യം. പുറത്തെ താല്പര്യം അനുസരിച്ചിട്ടല്ലേ ഇപ്പൊ ഓരോരുത്തര് ഇപ്പൊ ചിലർക്ക് ഉണ്ടെങ്കിൽ ചിലർക്കാണെങ്കിൽ ആൺസുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ കൂടുതലായിട്ടും. അപ്പൊ പെൺസുഹൃത്തുക്കൾ കുറവാണ് എന്ന് വെച്ചിട്ട് അവർ മോശക്കാരാണെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. കാരണം ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ്. ചിലർ ഗേൾസിനോട് മാത്രം മിങ്കിൾ ചെയ്യുന്നവരായിരിക്കും, ചിലർ ബോയ്സിനോട് മാത്രം മിങ്കിൾ ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ പല രീതിയിലും ഉണ്ട്. ചിലർക്ക് ഫ്രണ്ട്സ് കാണും, പക്ഷെ അവർക്ക് അവരോട് താല്പര്യം തോന്നത്തില്ല. ഈ ഇഷ്ടം വികാരം എന്നൊക്കെ പറയുന്നത് അത് പരസ്പരം തോന്നേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതങ്ങനെ ഒരാളോട് തോന്നിയില്ല എങ്കിൽ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം വെച്ചാൽ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണത്. അപ്പൊ ഇത് എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് പറഞ്ഞത്. കാരണം സമൂഹത്തിൽ ഒത്തിരിയും പേര് ഇങ്ങനെ സിറ്റുവേഷനിൽ ഈ ഈ കാറ്റഗറി പെട്ട ആൾക്കാർ ഒത്തിരിയും അങ്ങനെ സമൂഹത്തിൽ ഒത്തിരിയും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം വെച്ചാൽ ഒത്തിരിയും പേര് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പല കാര്യത്തിലും. അവർക്ക് വേണ്ടത്ര പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. ഓരോരുത്തർക്കും അറിയാനായിട്ട് താല്പര്യം അവരുടെ ജെൻഡർ ഏതാണെന്നും അവർ എങ്ങനത്തെ കാറ്റഗറി പെട്ട ആൾക്കാരാണെന്നും അങ്ങനെയൊക്കെ അറിയാനായിട്ടാണ് കൂടുതൽ താല്പര്യം. ഇപ്പൊ എന്റെ ഒരു പേഴ്സണലി ഒപ്പീനിയൻ എന്ന് വെച്ചാൽ വീട്ടുകാരും കൂടി ഇത് അംഗീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവര് അങ്ങനെ ആയി പോകുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല. കാരണം അവരുടെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ് അവരങ്ങനെ ആയി പോകുന്നത്. സോ അവർക്കിപ്പോ അവര് ബേസിക്കലി ഇപ്പൊ ജെൻസിന്റെ കാര്യത്തില് അതിപ്പോ ജെൻസ് ആണെങ്കിൽ അവർക്ക് താല്പര്യം എന്താ? സ്ത്രീകളോടായിരിക്കും. സ്ത്രീകളുടെ ഒരു രീതിയിൽ നടക്കാനും
ഒക്കെ ആയിരിക്കും അവർക്ക് താല്പര്യം. കാരണം വെച്ചാൽ എന്താ, അവരെ ഹോർമോൺ ചേഞ്ചസ്, സ്ത്രീകളുടെ ഹോർമോൺ ചേഞ്ചസ് ആണ് അവരിൽ ഉൽപ്പാദിക്കപ്പെട്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് സ്ത്രീകളുമായിട്ട്, സ്ത്രീകളെ പോലെ ആവാനായിട്ടായിരിക്കും അവർക്ക് താല്പര്യം വരിക. ചിലവരുണ്ട് ഇപ്പൊ സ്ത്രീകൾക്ക് എന്താ പുരുഷന്മാരെ പോലെ ആവും, പുരുഷന്മാരെ പോലെ താടി വരും, ചെറിയതായിട്ട് മീശ വരും. അതൊക്കെ എന്താ ഹോർമോൺ, പുരുഷന്മാരുടെ ഹോർമോണിൽ അവരിൽ അവരിൽ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ വരുന്നത്. സോ നമ്മൾ അത് ഇതെല്ലാം മനസ്സിലാക്കി തന്നെ നമ്മൾ ഇതെല്ലാം പെരുമാറണം. കാരണം എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നാളെയും ഇപ്പൊ ആർക്കൊക്കെ വരും വരില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ നമ്മള് ഇതെല്ലാം അറിഞ്ഞു തന്നെ നമ്മൾ ജീവിക്കണം. കാരണം വെച്ചാൽ ഓരോരുത്തരുടെ വളർച്ച ഇപ്പോ നമ്മൾ പല സിനിമയിലും ഒക്കെ നമ്മളിങ്ങനെ കണ്ടു വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കുക, നീ കാറ്റഗറി, സമൂഹം അറിഞ്ഞ എന്ത് അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോ സമൂഹത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ലല്ലോ. നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ സമൂഹം എന്ത് പറഞ്ഞു നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ജനിച്ച ഒരു കുട്ടി, ആ കുട്ടിയുടെ ഹോർമോൺ ചേഞ്ചസ് കാരണം പെണ്ണുങ്ങളെ പോലെ മേക്കപ്പ് ചെയ്യുന്നു, നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനൊരു കാര്യമില്ല. ഇപ്പൊ അവരെ മാറ്റാൻ നോക്കിയാൽ അവരത് മാറത്തില്ല. കാരണം എന്താ, അവരുടെ ഹോർമോൺ പെണ്ണുങ്ങളിലാണ്, പെണ്ണുങ്ങളുടെ ഹോർമോൺ മീൻസ് ലേഡീസിന്റെ ഹോർമോൺസ് ആണ് അവരെ ഉൽപ്പാദപ്പെട്ടിരിക്കുന്നത്. സോ അവരൊരിക്കലും അത് ചേഞ്ചസ് അവർക്ക് പറ്റത്തില്ല. സോ അപ്പോൾ നമുക്കങ്ങനെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ ഇങ്ങനെ പലതും നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് കണ്ടും കേട്ടും അറിഞ്ഞിട്ട്, നമ്മളെല്ലാവരും ഈ സൊസൈറ്റി തന്നെയാണ് ജീവിക്കുന്നത്, അതിന് വലിയ മാറ്റമൊന്നുമില്ല. അപ്പൊ പിന്നെ നമ്മൾ കണ്ടും കേട്ടും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ജീവിക്കണം. കാരണം ഇതിപ്പോ എന്റെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുക. നീ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളത് സമൂഹത്തെ മനസ്സിലാക്കി തന്നെ നമ്മൾ ജീവിക്കണം. കാരണം വെച്ചാൽ ഇത് അവരോടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനം. ഇപ്പൊ നമുക്ക് ഒരാളെ ഇഷ്ടമാണ്, ഇപ്പൊ വീട്ടുകാർ നമ്മളെ നിർബന്ധിച്ച് വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കിട്ടും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓരോരുത്തർക്ക് പല വ്യക്തിപരമായ താല്പര്യങ്ങളാണ് ഉള്ളത്. കാരണം വെച്ചാൽ അവരങ്ങനെ ആയി പോകുന്നതാണ് സമൂഹം. പക്ഷെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, സമൂഹം അവരെ ഇനി അംഗീകരിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല. അവര് കാണുന്നത് തന്നെ അവരെ വേറെ ഒരു രീതിയിലായിട്ടാണ്, കാറ്റഗറിയിൽപ്പെട്ട ആളായിട്ടാണ് അവര് കാണുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ കാണാതിരിക്കുക. കാരണം വെച്ചാൽ അവരുടെ കുറ്റമല്ല, അവരുടെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ് അവരിങ്ങനെ ആയി പോകുന്നത്. അപ്പൊ ഹോർമോൺസ്, പുരുഷന്മാരെ സ്ത്രീകളുടെ ഹോർമോൺസ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പുരുഷന്മാരുടെ ഹോർമോൺസ് സ്ത്രീകൾക്ക് വരുമ്പോഴാണ് അവർക്ക് ഈ താടി മീശ അതൊക്കെ വരുന്നത്. ഇപ്പൊ സ്ത്രീകളുടെ ഹോർമോൺസ് പുരുഷന്മാർക്ക് വരുമ്പോഴാണ് അവർക്ക് സ്ത്രീകളെ പോലെയുള്ള പെരുമാറ്റവും സ്ത്രീകളെ പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സംസാരവും പിന്നെ സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് വരുന്നത്. അപ്പൊ നമ്മൾ അത് തന്നെ സമൂഹത്തിലും നമ്മളത് അംഗീകരിച്ച് വളർത്തണം, മനസ്സിലാക്കിയിട്ട് നമ്മൾ നിൽക്കണം. കാരണം വെച്ചാൽ എല്ലാ വ്യക്തികളും ഒരുപോലെ അല്ല. കാരണം വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. സമൂഹത്തില് അവർക്ക് എന്താ പറയാൻ പാടില്ലാത്തത്, ഇപ്പൊ അവർ എന്ത് കാര്യമെങ്കിലും കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു നിസ്സാര ഒരു കാര്യമായപ്പോലും അവരതിലെ കുറ്റം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കതൊന്നും അവരോട് ഇങ്ങനെ പറഞ്ഞോ അങ്ങനെ ഇതാക്കിയിട്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്, ലാലേട്ടൻ ഈ ഷോ കറക്റ്റായിട്ട് പറഞ്ഞു. ലാലേട്ടൻ പോലും അവരെ അംഗീകരിക്കുന്നു. എല്ലാവരും സമൂഹത്തിൽ കുറെ പേര്, എല്ലാവരും ഓൾമോസ്റ്റ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ തന്നെ അവർ അംഗീകരിച്ചുകൊണ്ടാണ് അവർക്ക് നല്ലപോലെ വോട്ടിങ്ങും നല്ലപോലെ കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നത്. പ്രേക്ഷകർ എന്ന നിലയ്ക്ക് അവർക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പം അത് അത്രയും തന്നെ ധാരാളമാണ്. കാരണം വെച്ചാൽ ഇവര് വൈക്കാലുള്ള ആൾക്കാർ വരുന്നതിന് മുന്നേ തന്നെ അതിലേക്കും നൂലേക്കും അവരെ വീട്ടിൽ യാതൊരു പ്രശ്നവും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല. കാരണം വെച്ചാൽ എല്ലാവരും അവരെ മിങ്കിൾ ചെയ്യിപ്പിക്കുക, അവരുടെ കൂടെ കൂടുക, സംസാരിക്കുക, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും അവര് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അവർക്ക് ഇവര് രണ്ടുപേരും വന്നതിന് ശേഷമാണ് അവർക്ക് ഈ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ അവരെ അംഗീകരിക്കാൻ ഇപ്പൊ മസ്താനിക്ക് വലിയ കുഴപ്പമില്ലെന്നാണ് മനസ്സിലായത്. പക്ഷെ ലക്ഷ്മിക്ക് ഇനി അതൊരു പ്രോബ്ലം ആണെങ്കിൽ ലക്ഷ്മി അവരെ അംഗീകരിക്കണ്ട, അത്രേ ഉള്ളൂ. ലക്ഷ്മി അത് ഇതാക്കി തന്നെ വിട്ടാൽ മതി, അവരെ മൈൻഡ് ചെയ്യാതെ തന്നെ വിട്ടാൽ മതി. അവരുടെ കാഴ്ചപ്പാടിലും അവർക്ക് പ്രശ്നമില്ല, മറ്റുള്ളവർക്കും അത് പ്രശ്നമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എല്ലാവരും അവരോട് നല്ല രീതിയിലാണ് മിങ്കിൾ ചെയ്തിട്ടുള്ളത്. സോ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം സമൂഹത്തിനോട് പറയാനായിട്ടുള്ളത്, ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും വേർതിരിച്ച് കാണരുത്, അവരെ ഒരിക്കലും നമ്മൾ അകറ്റി നിർത്തരുത്. കാരണം വെച്ചാൽ അവരുടെ കുറ്റം കൊണ്ടല്ല അവരങ്ങനെ ആയി പോകുന്നത്. ഇപ്പൊ ഒരു പെണ്ണായിട്ട് ജനിച്ചിട്ട് മനഃപൂർവ്വം ആണുങ്ങളുടെ രീതിയിലോട്ട് പോവുക, അല്ലെങ്കിൽ പുരുഷന്മാരായിട്ട് ജനിച്ചിട്ട് സ്ത്രീകളുടെ രൂപത്തിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് പറയാം. പക്ഷെ ഇതങ്ങനെയല്ല, അവരുടെ ഹോർമോൺ ചേഞ്ചസ് കാരണം അവർ അങ്ങോട്ട് പോകുന്നതാണ്. അവരുടെ ഹോർമോൺ ചേഞ്ചസ് സ്ത്രീകളുടെ ഉത്പാദപ്പെട്ടിരിക്കുന്നെങ്കിൽ അവർക്ക് ആ സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് അവർക്ക് താല്പര്യം വരുന്നത്. അതുകൊണ്ടാണ് അവർ നെയിൽ പോളിഷ് ഇടുക, കയ്യില് സ്ത്രീകളെ പോലെ വേഷം ഇടുക, മുടി വെക്കുക,
മുണ്ടപ്പൂ ചൂടുക, അങ്ങനെയൊക്കെ കണ്ണെഴുതുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ ഹോർമോണിന്റെ അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്നതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് സമൂഹം അത് അംഗീകരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളേ. സോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കിത് ഞാൻ ഈ പറഞ്ഞൊരു ഇൻഫർമേഷൻ, ഈ ഒരു കാര്യം എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സമൂഹത്തിൽ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ നോക്കുക. ഓക്കെ. സോ അപ്പൊ അത്രേ ഉള്ളൂ. അല്ലെ, ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെടുക എന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ. സോ അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.